നമസ്കാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ. 75 വർഷം മുൻപ് കുറച്ച് ധൈര്യശാലികൾ ജീവൻ പണയം വെച്ച് ഓടിച്ചിരുന്ന ഒരു സ്പോർട്ട് ഇന്നെങ്ങനെയാണ് കോടിക്കണക്കിന് ഡോളർ മറിയുന്ന ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഹൈടെക് യുദ്ധമായി മാറിയത്? ഫോർമുല 1ന്റെ ആ ഒരു അവിശ്വസനീയമായ യാത്രയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: എങ്ങനെയാണ് പണ്ടത്തെ ആ ജെന്റിൽമെൻ റേസർമാരുടെ കളിയിൽ നിന്ന് ഇന്നത്തെ ഈ ടെക്നോളജിയുടെയും പണത്തിന്റെയും താരപരിവേഷത്തിന്റെയും ഒരു വലിയ ലോകമായി F1 മാറിയത്? നമുക്കതിന്റെ ഉത്തരമൊന്ന് തേടിപ്പോകാം. ഓക്കെ, നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. രണ്ടാം ലോകമഹായുദ്ധമൊക്കെ കഴിഞ്ഞ് യൂറോപ്പ് പതിയെ എഴുന്നേറ്റ് വരുന്ന ഒരു കാലം. അവിടെവിടെയായി നടന്നിരുന്ന കാറോട്ട മത്സരങ്ങളെല്ലാം ഒരുമിപ്പിച്ച് ഒരു പൊതുവായ നിയമം, അതായത് ഒരു ഫോർമുല ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർമുല 1 എന്ന് പറയുന്നത് ഒരു ദിവസം പെട്ടെന്നുണ്ടായ ഒന്നല്ല. അതിന്റെ വേരുകൾ അങ്ങ് 1894 നടന്ന ആദ്യത്തെ മോട്ടോർ റേസ് വരെ നീളുന്നുണ്ട്. പിന്നെ 1930കളിലൊക്കെ യൂറോപ്പിൽ ഗ്രാൻഡ് പ്രീകൾ വലിയ ആവേശമായിരുന്നു. പക്ഷേ ഒരു ലോക ചാമ്പ്യൻഷിപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് 1950 ബ്രിട്ടനിലെ സിൽവർ സ്റ്റോണിൽ വെച്ചാണ്. അവിടെ നിന്നാണ് ഈ ഇതിഹാസം ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നത്. ശരി, ഇനി നമ്മൾ F1ന്റെ ആ ആദ്യ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഡ്രൈവർമാരെയൊക്കെ ഹീറോകളായി കണ്ടിരുന്ന എഞ്ചിനീയർമാർ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു കാലം. കളിയുടെ നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതിയ ചില കണ്ടുപിടുത്തങ്ങളുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. ഈ സംഖ്യ 5 എന്താണിത്? ഫോർമുല 1ലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിന്റെ ആദ്യത്തെ ഇതിഹാസത്തിന്റെ അടയാളമാണിത്. അർജന്റീനയിൽ നിന്നുള്ള യുവാൻ മാനുവൽ ഫാൻജിയോ. അദ്ദേഹത്തിന്റെ ലോക കിരീടങ്ങളുടെ എണ്ണമാണിത്. ഫാൻജിയോയുടെ മഹത്വം ആ 5 കിരീടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. ആൽഫ റോമിയോ, മെഴ്സിഡീസ്, ഫെറാരി, മസരാട്ടി, നാല് വ്യത്യസ്ത ടീമുകൾക്കൊപ്പമാണ് അദ്ദേഹം ചാമ്പ്യനായത്. ഇന്നത്തെ കാലത്ത് ഒരു ഡ്രൈവർ ഒരു ടീമിനോട് മാത്രം ചേർന്ന് നിൽക്കുമ്പോൾ ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു നേട്ടമാണല്ലേ? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിപ്ലവം ഇതായിരുന്നു. സ്ക്രീനിന്റെ ഇടതുവശത്തേക്ക് നോക്കിയേ. ഭാരമുള്ള എഞ്ചിൻ മുന്നിലിരുന്ന ആ പഴയ കാറുകൾ വളവുകളിലൊക്കെ മെല്ലെയായിരുന്നു. പക്ഷെ വലതുവശത്ത് കാണുന്ന പോലെ കൂപ്പർ, ലോട്ടസ് പോലുള്ള ബ്രിട്ടീഷ് ടീമുകൾ എഞ്ചിനെടുത്ത് വണ്ടിയുടെ പിന്നിൽ വെച്ചു. അതൊരു വൻ മാറ്റമായിരുന്നു. അതോടെ കാറുകൾക്ക് ഭാരം കുറഞ്ഞു, വേഗത കൂടി, പിന്നെ അവിശ്വസനീയമാം വിധം കൺട്രോൾ കിട്ടി. അടുത്ത വിപ്ലവം എയറോഡൈനാമിക്സിലായിരുന്നു. കാറുകളിൽ ചിറകുകൾ വെച്ചതോടെ ഡൗൺഫോഴ്സ് എന്നൊരാശയം വന്നു. സിമ്പിളായി പറഞ്ഞാൽ, കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാറിനെ ഒരു അദൃശ്യമായ കൈകൊണ്ട് ട്രാക്കിലേക്ക് അമർത്തിപ്പിടിക്കുന്നതുപോലെ. ഇതോടെ വളവുകളിൽ ബ്രേക്ക് പോലും ചവിട്ടാതെ അസാധ്യമായ വേഗതയിൽ പായാൻ കാറുകൾക്ക് കഴിഞ്ഞു. അതോടെ F1 വേറൊരു ലെവലിലേക്ക് മാറി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. F1 വെറുമൊരു റേസിംഗ് അല്ലാതായി ഒരു ഗ്ലോബൽ ബിസിനസ്സും എന്റർടൈൻമെന്റുമായി മാറിയ കാലഘട്ടം. ഭ്രാന്തമായ ശക്തിയുള്ള കാറുകളും ഇതിഹാസ താരങ്ങളുടെ പോരാട്ടങ്ങളും പിന്നെ സ്പോർട്സ് ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനങ്ങളിലൊന്നും കണ്ട ഒരു കാലം കൂടിയായിരുന്നു ഇത്. 1980കളിലെ ടർബോ എഞ്ചിനുകൾ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. 1000ൽ കൂടുതൽ ഹോഴ്സ് പവർ. ഇന്നത്തെ കാറുകളേക്കാൾ ശക്തിയുണ്ടായിരുന്നു. പക്ഷെ സേഫ്റ്റി സിസ്റ്റംസ് വളരെ കുറവ്. ശരിക്കും പറഞ്ഞാൽ റോക്കറ്റുകളായിരുന്നു അവ. ഈ രാക്ഷസന്മാരെ നിയന്ത്രിക്കാൻ അസാമാന്യമായ കഴിവും ധൈര്യവും തന്നെ വേണമായിരുന്നു. ആ ഒരു ദശാബ്ദത്തെ നിർവചിച്ചത് ശരിക്കും ഈ 2 പേരുടെ പോരാട്ടമായിരുന്നു. അലൈൻ പ്രോസ്റ്റും എയർട്ടൺ സെന്നയും. ഒരേ ടീമായ മെക്ലാറിനു വേണ്ടി ഓടിച്ചിട്ടും ട്രാക്കിൽ അവർ പ്രമീരിമേ ശത്രുക്കളായിരുന്നു. അവരുടെ ആ മത്സരം F1 ചരിത്രത്തിലെ ഏറ്റവും തീക്ഷ്ണമായ ഒരു സുവർണ അധ്യായം തന്നെയാണ്. പക്ഷേ ഈ ആവേശത്തിനെല്ലാം ഇടയിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു. 1994 ഇമ്മോളയിൽ വെച്ച് അയർട്ടൺ സെന്നയുടെ മരണം. അത് F1 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു. ആ സ്പോർട്സിനെ സ്നേഹിച്ച എല്ലാവർക്കും അതൊരു കറുത്ത ദിനമായിരുന്നു. പക്ഷേ സെന്നയുടെ മരണം വെറുതെ ആയില്ല. ആ ഞെട്ടൽ നിന്നാണ് F1 ഉണർന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിപ്ലവം തന്നെ നടന്നു. കാറുകളും ട്രാക്കുകളും ഒരുപാട് സുരക്ഷിതമാക്കി. ഇന്ന് ഡ്രൈവർമാർ വലിയ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം സെന്നയുടെ ആ ബലിദാനമാണ്. ഇപ്പോൾ നമ്മൾ ആധുനിക യുഗത്തിലേക്ക് വരികയാണ്. 80കളിലെയും 90കളിലെയും ആർക്കും ജയിക്കാവുന്ന പോരാട്ടങ്ങളിൽ നിന്ന് മാറി ഒരു ടീമും ഒരു ഡ്രൈവറും വർഷങ്ങളോളം എല്ലാം അടക്കി ഭരിക്കുന്ന രാജവംശങ്ങളുടെ കാലഘട്ടത്തിലേക്ക്. ആദ്യത്തെ ആധുനിക രാജവംശം ചുവപ്പണിഞ്ഞവരായിരുന്നു മൈക്കിൾ ഷൂമാക്കറും ഫെറാറിയും. ഈ ചാർട്ടിലേക്ക് നോക്കൂ. 2000 മുതൽ 2004 വരെ തുടർച്ചയായി 5 കിരീടങ്ങൾ. മറ്റാർക്കും ഒരു അവസരം പോലും കൊടുക്കാത്ത സമ്പൂർണ്ണ ആധിപത്യം. എല്ലാ ഞായറാഴ്ചയും ആരാണ് ജയിക്കുകയെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. പിന്നീട് 2014 ഹൈബ്രിഡ് എഞ്ചിനുകൾ വന്നതോടെ കളിയുടെ നിയമങ്ങൾ വീണ്ടും മാറി. ആ മാറ്റം ഏറ്റവും നന്നായി ഉപയോഗിച്ചത്
മെഴ്സിഡസ് ആയിരുന്നു. ലൂയിസ് ഹാമിൽട്ടന്റെ മികവിൽ അവർ തുടർച്ചയായി 7 കിരീടങ്ങൾ നേടി. ഷൂമാക്കറുടെ റെക്കോർഡുകൾ വരെ പഴങ്കഥയാകുമോ എന്ന് നമ്മൾ ചിന്തിച്ചുപോയൊരു കാലം. വർത്തമാനകാലത്തെത്തുമ്പോൾ കഥയുടെ നായകൻ മാക്സ് വെർസ്റ്റാപ്പനും റെഡ്ബുൾ റേസിംഗുമാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ട്രാക്കിൽ ചോദ്യവും ഉത്തരവുമെല്ലാം അവർ തന്നെയാണ്. F1 ചരിത്രത്തിലെ ഏറ്റവും പുതിയ രാജവംശം ഇതാണ്. 75 വർഷത്തെ ഈ യാത്രയുടെ അവസാനത്തിൽ നമുക്ക് ഭൂതകാലത്തിൽ നിന്ന് മാറി ഭാവിയിലേക്കൊന്ന് നോക്കാം. എന്താണ് ഫോർമുല 1ന്റെ ഭാവി? പുതിയ നിയമങ്ങളും പുതിയ താരങ്ങളും ഈ കായിക വിനോദത്തെ ഇനി എങ്ങോട്ട് കൊണ്ടുപോകും? ഇന്നത്തെ ഗ്രിഡിലെ ചില പ്രധാന ശക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫെറാരി, F1ന്റെ ഹൃദയവും ആത്മാവും. പിന്നെ മെക്ലാരനും മെഴ്സിഡസും, പാരമ്പര്യവും ടെക്നോളജിയും ഒരുപോലെയുള്ളവർ. കൂട്ടത്തിൽ കളി മാറ്റിയെഴുതിയ പുതിയ തലമുറയുടെ ടീമായ റെഡ്ബുൾ. ഓരോ ടീമിനും പറയാൻ അതിൻ്റേതായ വലിയൊരു കഥയുണ്ട്. മുന്നോട്ടുള്ള വഴിയിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ലാസ് വേഗാസ് പോലുള്ള പുതിയ സ്ഥലങ്ങളിലേക്ക് F1 വളരുമ്പോൾ തന്നെ 2030ഓടെ കാർബൺ ന്യൂട്രൽ ആകാനുള്ള വലിയ ലക്ഷ്യവുമുണ്ട്. അതോടൊപ്പം ട്രാക്കിൽ മാക്സ് വെർസ്റ്റാപ്പന്റെ ആധിപത്യം തകർക്കാൻ നോറിസും ലെക്ലർക്കും പിയാസ്ട്രിയും അടങ്ങുന്ന ഒരു യുവനിര തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ ആവേശം ഒട്ടും കുറയില്ലെന്നുറപ്പ്. അപ്പോൾ 75 വർഷത്തെ ചരിത്രം നമ്മൾ കണ്ടു. ഓരോ ദശാബ്ദത്തിലും ഓരോ ഇതിഹാസങ്ങൾ ഈ കളിയെ മാറ്റിമറിച്ചു. ഇനി അടുത്തത് ആരായിരിക്കും? ഒരു പുതിയ ഡ്രൈവറോ, ഒരു പുതിയ സാങ്കേതിക വിദ്യയോ, അതോ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത മറ്റെന്തെങ്കിലും ആകുമോ ഫോർമുല 1ന്റെ അടുത്ത അധ്യായം എഴുതാൻ പോകുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം.